സൂര്യവംശത്തിൽ പിറന്ന സഗരന്മാരുടെ 60,000 പുത്രന്മാർ ലോകത്ത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് വാഴുന്ന കാലം. അക്കാലത്ത് സഗരൻ ഒരു അശ്വമേധം നടത്തി. അശ്വമേധാനന്തരം അശ്വവുമായി നാട് ചുറ്റിയ സഗരപുത്രന്മാർ കപില മഹർഷിയുടെ ശാപത്താൽ ചാരമായി തീർന്നു. മക്കളുടെ വിയോഗത്തിൽ ദുഃഖിതനായ സഗരൻ കപില മഹർഷിയോട് ക്ഷമായാചനം ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അലിവ് തോന്നിയ മഹർഷി സഗരനെ അറിയിച്ചു, രാജൻ, ഉടനൊരു പ്രതിവിധി ഉള്ളതല്ല. തലമുറകൾക്ക് ശേഷം മാത്രമേ താങ്കളുടെ പുത്രന്മാർക്ക് ശാപമോക്ഷം ലഭിക്കുകയുള്ളൂ. അംശുമാന്റെ പൗത്രനായിരിക്കും ഈ സൂര്യവംശത്തിന്റെ പാപം കഴുകിക്കളയുന്ന മഹാൻ. കാലം കഴിഞ്ഞുപോയി. അംശുമാനിൽ നിന്ന് ദിലീപനും ദിലീപനിൽ നിന്ന് ഭഗീരഥനും ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഭഗീരഥൻ സർവവിദ്യാ പരംഗതനായി തീർന്നു. ആ യുവകേസരി അസ്ത്രശസ്ത്രങ്ങളിൽ ഒരുപോലെ ആഭിമുഖ്യം പുലർത്തി. ഭഗീരഥൻ രാജ്യഭരണം ഏറ്റെടുത്തതിന് ശേഷം ദിലീപൻ അദ്ദേഹത്തെ അറിയിച്ചു, മകനെ, സൂര്യവംശത്തിന്റെ തീരാകളങ്കമായി നിന്റെ മുത്തച്ഛന്മാരായ സഗരപുത്രന്മാർ പാതാളത്തിൽ കഴിഞ്ഞുകൂടുന്നു. അവരെ പാപത്തിൽ നിന്നും മുക്തനാക്കുവാനുള്ള ബാധ്യത ഉണ്ണി നിന്നിൽ നിക്ഷിപ്തമാണ്. അച്ഛ, അതികഠിനമായ ആ പ്രവൃത്തി അനുഷ്ഠിക്കുവാൻ ഞാൻ ശക്തനാണോ? ആയുധം കൊണ്ട് നേടിയെടുക്കാവാന്നായിരുന്നുവെങ്കിൽ, അത് മോക്ഷമാണെങ്കിൽ എനിക്ക് മുമ്പ് അങ്ങ് തന്നെ അത് സാധ്യമാക്കുമായിരുന്നില്ലേ? രാജൻ, എങ്ങനെയാണ് ഞാൻ ഇക്കാര്യത്തിൽ വിജയം നേടുന്നത്? ഭഗീരഥൻ സംശയാലുവായി. ദിലീപൻ പുഞ്ചിരി തൂവി. അനന്തരം അദ്ദേഹം മകനെ തഴുകിക്കൊണ്ട് ഉപദേശിച്ചു, ഉണ്ണി, നിന്റെ ആശങ്ക അസ്ഥാനത്തല്ല. ആയുധത്താൽ മോക്ഷം നേടുവാൻ ആഗ്രഹിക്കുന്നവൻ വിഡ്ഢി മാത്രമാണ്. ഭഗീരഥ, സഗരപുത്രന്മാരെ മോക്ഷപ്രാപ്തരാക്കുവാൻ സാക്ഷാൽ ഗംഗാദേവി തന്നെ തുണയ്ക്കണം. മകനെ, ദേവിയുടെ അനുഗ്രഹം തേടുക. ഭഗീരഥൻ തീർത്തും അമ്പരന്നുപോയി. എങ്ങനെയാണ് സ്വർഗലോക നദിയായ ഗംഗയെ പാതാളത്തിൽ കൊണ്ടുവരിക? ദേവാംഗനകളുടെ സ്നാനതീർത്ഥമായ ഗംഗയിൽ മനുഷ്യജീവിക്ക് പ്രവേശിക്കുവാനാകുമോ? ദേവി സ്വർഗലോക സുഖമുപേക്ഷിച്ച് ഭൂതലത്തിൽ പ്രവേശിക്കുവാൻ താല്പര്യം കാണിക്കുമോ? എങ്കിലും പിതാവിന്റെ പ്രേരണയാലും പിതാമഹന്മാരുടെ മോക്ഷത്തിലുള്ള താല്പര്യത്താലും ഭഗീരഥൻ ഗംഗാദേവിയെ തപസ് ചെയ്യുവാൻ തീരുമാനിച്ചു. രാജാവ് ഹിമാലയ പ്രാന്തത്തിലേക്ക് പുറപ്പെട്ടു. ഹിമാലയത്തിന്റെ ചെരുവിൽ ഭഗീരഥൻ 1000 വർഷങ്ങൾ കൊടും തപസ്സിൽ മുഴുകി. ഒടുവിൽ ദേവി പ്രതീക്ഷനായി. തന്നെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഭഗീരഥനെ കരുണാപൂർവം കടാക്ഷിച്ചുകൊണ്ട് ഗംഗാദേവി അന്വേഷിച്ചു, ഭഗീരഥ, തപസ്സിന് നിന്നെ പ്രേരിതനാക്കിയ ഘടകം എന്താണ്? ഇത്ര കഠിന തപം അനുഷ്ഠിക്കുവാനായി നീ എന്താണ് ഇച്ഛിക്കുന്നത്? അമ്മേ, കാരുണ്യ വത്സലേ, അവിടുത്തെ ദയയാൽ സൂര്യവംശത്താകെ വലയം ചെയ്തിരിക്കുന്ന കൊടുങ്കളങ്കം ഇല്ലായ്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവി, അവിടുത്തെ ദിവ്യ സ്പർശത്താൽ എൻ്റെ പിതാക്കന്മാരുടെ ജന്മാന്തരങ്ങളിലൂടെയുള്ള അലച്ചിൽ അവിടുന്ന് പരിസമാപ്തിയിൽ എത്തിച്ചാലും. ഭഗീരഥൻ തന്റെ ആവശ്യം അറിയിച്ചു. ഗംഗാദേവി അല്പനേരം ചിന്താമഗ്നയായി. അതിനുശേഷം ഭഗീരഥനോട് പറഞ്ഞു തുടങ്ങി, ഭഗീരഥ, നിന്റെ പിതാമഹന്മാരെ മോക്ഷപ്രാപ്തരാക്കുവാൻ ലഭിച്ച അവസരം എന്നെ സന്തുഷ്ടയാക്കിയിരിക്കുന്നു. എന്നാൽ രാജൻ, സ്വർവലോക നദിയായ ഗംഗ പതിക്കുമ്പോൾ അത് താങ്ങുവാനുള്ള ശക്തി ഭൂമിക്കുണ്ടാവില്ല. ഈ പ്രപഞ്ചത്തിൽ ഗംഗയെ വഹിക്കുവാൻ മഹേശ്വരന് മാത്രമേ കഴിയുകയുള്ളൂ. അതിനാൽ നീ പരമേശ്വരനെ തപസ് ചെയ്തു പ്രസന്നനാക്കി അനുവാദം നേടുക. അതനുസരിച്ച് ഭഗീരഥൻ ശിവതപസ്സിൽ മുഴുകി. വീണ്ടും 1000 കൊല്ലങ്ങൾ കൂടി കടന്നുപോയി. ശിവൻ പ്രത്യക്ഷനായി. ഭഗീരഥൻ തന്റെ ആവശ്യം ഭഗവാന് മുന്നിൽ സമർപ്പിച്ചു. ദേവാദിദേവ, സൂര്യവംശജാതനായ ഭഗീരഥൻ അവിടുന്ന് തന്നെ നമസ്കരിക്കുന്നു. മഹത്തായൊരു മോഹത്താൽ പ്രചോദിതനായ ഞാൻ അവിടുന്ന് മുന്നിൽ നിൽക്കുന്നു. മഹേശ്വര, പാതാളത്തിൽ അടിഞ്ഞുപോയ എൻ്റെ പിതാമഹന്മാരുടെ മോക്ഷപ്രാപ്തിക്കായി ഗംഗാദേവിയെ പാതാളത്തിലെത്തിക്കുവാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു. എന്നാൽ ദേവ, പുണ്യനദിയായ ഗംഗ പതിക്കുമ്പോഴുണ്ടാകുന്ന ആഘാതം താങ്ങുവാൻ ഭൂമിദേവിക്ക് കരുത്തില്ലെന്ന് ദേവി ആശങ്കപ്പെടുന്നു. പ്രപഞ്ചത്തിൽ അങ്ങയ്ക്ക് മാത്രമേ ദേവിയുടെ പതനം താങ്ങുവാൻ സാധിക്കുകയുള്ളൂ. ഭഗവാനെ, ദേവിയുടെ പതനം താങ്ങുവാൻ അവിടുന്ന് സന്നദ്ധനായാലും. മഹേശ്വരൻ അനുമതി നൽകി. ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് ഭഗീരഥൻ ഗംഗാദേവിയെ വീണ്ടും സമീപിച്ചു. ഗംഗാദേവി അവിടത്തേക്ക് ജനിമരണങ്ങളുടെ തീരമായ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തു. ഭൂമിയിൽ നിന്നും അവിടുന്ന് പാതാളത്തിലേക്ക് പ്രവേശിച്ചാലും എൻ്റെ പിതാമഹന്മാരുടെ ആത്മാക്കളെ സ്വതന്ത്രിപ്പിച്ചാലും. ഗംഗാദേവിയുടെ ശിരസ് അഭിമാനത്താൽ ഉയർന്നു. ദേവകളുടെ ആരാധനാപാത്രമായ താൻ പുണ്യതീർത്ഥമായി മാറുന്നു. സർവ്വദേവകളും ചരാചരങ്ങളും നമിക്കുന്ന സാക്ഷാൽ പരമേശ്വരനെ ശിരസിൽ ചവിട്ടുവാൻ ലഭിക്കുന്ന സുവർണാവസരം. അപ്പോൾ ദേവിയുടെ മനസ്സിൽ മറ്റൊരു ചിന്ത ഉയർന്നു വന്നു. തൻ്റെ പ്രവാഹശക്തി പരമേശ്വരനെ കൂടി ബോധ്യപ്പെടുത്തണ്ടേ? ദേവനെ വഹിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് യാത്രയാകാം. ഈ വിധം ചിന്തിച്ച ഗംഗാദേവി അഹങ്കാരത്താൽ മതിമറന്നു. അവൾ മഹാശബ്ദത്തോടും തീവ്രവേഗതയോടും കൂടി ഭഗവാന്റെ ശിരസിൽ പതിച്ചു. അടുത്ത ക്ഷണം ഗംഗയുടെ ഉള്ളിലെ ചിന്തകൾ ഭഗവാൻ ഗ്രഹിച്ചെടുത്തു. അദ്ദേഹം തന്നെ ജടാപടലമൊന്ന് ഉയർത്തി. അതിനുള്ളിൽ പെട്ടുപോയ ഗംഗാനദിക്ക് പുറത്തു കടക്കുവാനേ സാധിച്ചില്ല.
തൻ്റെ നീണ്ട തപസ് വ്യർത്ഥമാക്കുന്നതറിഞ്ഞ ഭഗീരഥൻ ദുഃഖിതനായി തീർന്നു. ഭഗവാന്റെ ജടാപടലത്തിൽ നിന്നും ഒരിറ്റ് ഗംഗാജലം പോലും നിലംപതിക്കുന്നില്ല. കഠിനമായ വേദനയോടെ ഭഗീരഥൻ വീണ്ടും 1000 കൊല്ലം ശിവനെ തപസ് ചെയ്തു. ഭഗീരഥന്റെ തപസ് ഭഗവാന്റെ കാരുണ്യം കവർന്നെടുത്തു. വീണ്ടും പ്രത്യക്ഷനായ ദേവനോട് ഭഗീരഥൻ അപേക്ഷിച്ചു, ദേവ, അവൾ നിന്നെ ഇനിയും പരീക്ഷിക്കരുതേ. ഭഗീരഥന്റെ നെടുതളത്തെ തപം ഒരു നിമിഷത്തിൽ വ്യർത്ഥമാകുന്നു. പരമേശ്വര, ദേവിക്ക് ഉദിച്ച അഹങ്കാരത്തിന് ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ദേവിയെ സ്വതന്ത്രനാക്കി എൻ്റെ പിതാമഹന്മാരുടെ വേദന ശമിപ്പിച്ചാൽ. ഭഗീരഥന്റെ തപസ്സിലും അപേക്ഷയിലും സംപ്രീതനായ ഭഗവാൻ തൻ്റെ ജടാപടലം അഴിച്ച് അതിൽ നിന്നും ഒരിറ്റ് ഗംഗാജലം ഭൂമിയിലേക്ക് പകർന്നു. അപ്പോഴേക്കും വർഷങ്ങളായുള്ള ജടാപടലവാസം ഗംഗാദേവിയുടെ അഹങ്കാരം കെടുത്തിയിരുന്നു. ലജ്ജിതനായ ദേവി നമ്രമുഖിയായി ഭഗവത് ചരണങ്ങളെ സ്പർശിച്ച് ഭൂമിയിലെ ഒഴുകിപ്പോരെന്ന് പാതാളത്തിലേക്ക് പ്രവേശിച്ചു. ദേവിയുടെ വിശുദ്ധ സ്പർശത്താൽ സകരപുത്രന്മാർ മോക്ഷപ്രാപ്തരാകുകയും ചെയ്തു. അടുത്തത് ഗാന്ധാരിക്ക് നൽകിയ വരമാണ്. തുടരും.